അഖിൽ NRD എന്ന യൂട്യൂബറുടെ ഭാര്യയുടെ ഒളിച്ചോട്ടം, അതാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. എല്ലാവർക്കും അത് മതി. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വർഷങ്ങളോളം പ്രണയിച്ചിട്ട് അവസാനം കല്യാണം. ഓക്കെ, വർഷങ്ങളോളം പ്രണയിച്ച് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒരുപാട് വർഷങ്ങൾ പ്രണയിച്ച് അവസാനം കല്യാണവും കഴിച്ച് 1-2 വർഷം കണ്ടേ ആവുന്നുള്ളൂ, 2 വർഷം ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിന് മുമ്പ് വേറൊരുത്തൻ്റെ കൂടെ പോയി. ഇത് അഖിൽ NRDയുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്നൊരു പരിപാടിയൊന്നും അല്ല. ഇപ്പോഴും ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഗതിയാണിത്. ഇതിനൊരു അറുതിയില്ലേ? അല്ല, എന്താണ് പെൺകുട്ടികളെ നിങ്ങളുടെ പ്രശ്നം? അല്ല, പെൺകുട്ടികളോട് മാത്രമേ ചോദിക്കാൻ പറ്റത്തില്ല, ചില ചേട്ടന്മാരും ഉണ്ട് ഈ സെയിം പരിപാടി. മനസ്സിലായോ? കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഇട്ടിട്ട് അപ്പുറത്ത് വേറെ പോകും. അല്ല, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ചില ആളുകളുടെ സംശയമുണ്ട്. ഒരുപാട് കമൻറ്റ് ബോക്സിൽ കണ്ടു, ഇതൊക്കെ വെറുതെ അല്ലേ, ചുമ്മാതല്ലേ, അവർ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്, അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും 2 പേരുടെതിനകത്തും 2 പേരും ഒന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ. ഒരു CCTV വിഷ്വൽ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടു കാണുമായിരിക്കും എല്ലാവരും. രാത്രിയിൽ മുണ്ടും എടുത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ കൂടെ മേഘ ഇറങ്ങിപ്പോകുന്നത് കൂട്ടുകാരൻ്റെ കൂടെ ടൂറിനൊന്നും പോയതായിരിക്കത്തില്ലല്ലോ അല്ലേ? രാത്രിയിൽ ഭർത്താവ് ഉറങ്ങി കിടക്കുമ്പോൾ അല്ലല്ലോ. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിച്ച ആളുകൾ പറയുന്നു, അഖിൽ NRDക്ക് ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ല. പിന്നെ ഇതിങ്ങനെ അങ്ങോട്ട് മുറുകിക്കേറി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി പുള്ളിക്ക് ചിലപ്പോൾ വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരിക്കലും പുള്ളി ഭാര്യയെ കുറ്റം പറയാൻ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാണും, അവരുടെ ഇടയ്ക്ക് 2 പേരുടെയും മിസ്റ്റേക്സ് ചിലപ്പം ഉണ്ടായേക്കാം. ആരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, 2 പേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക. 2 പേരും 2 വഴിക്ക്, 10 പേരുടെ കൂടെ 5 പേരുടെ കൂടെ പോവുക. അതിന് പകരം രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, എന്തായാലും ഒരു ഭാഗ്യമുണ്ട്, ഒരു കുഞ്ഞൊന്നും ആയില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നാളെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ. അതൊന്നും ഇല്ലല്ലോ, ഭാഗ്യം, സമാധാനം അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, പറയാതെ പോവല്ലേ, ഒന്ന് പറ. അതല്ലേ നല്ലത്. ഇപ്പോഴേ പോയതാ, നാളെ ഒരു കുട്ടിയായിട്ട് ഇവളൊക്കെ ഇറങ്ങി പോയായിരുന്നല്ലോ, എന്ത് ചെയ്തേനെ? ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥയോ? ഞാൻ എൻ്റെ അഭിപ്രായം, ചെറിയൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടങ്ങ് പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. ഒരുപാട് കഥകൾ ഇങ്ങനെ കേട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് കഥകൾ. ഈ പെൺകുട്ടിയുടെ ഫാമിലി, അച്ഛൻ, അമ്മ, മൊത്തത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ്. 2ാം അച്ഛനാണ് കല്യാണം നടത്തിയത്, 1ാം അച്ഛനായിരുന്നു കല്യാണം നടത്തിയത്. അന്നെന്താ കല്യാണം നടത്തി കൊടുത്ത അച്ഛൻ ഇന്ന് കൂടെ ഇല്ല. അങ്ങനെയുള്ള പല കഥകൾ. വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. കുറേ കാര്യങ്ങൾ കുറേ ആളുകൾ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.